ഹായ് മച്ചാമാരെ, ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു എയർപോർട്ട്, അങ്ങനത്തെ ഒരു എയർപോർട്ടുമായിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. സെയ്യ എന്ന ബ്രാൻഡിൻ്റെ T10 എന്നുള്ള ഒരു എയർപോർട്ടാണ് നമ്മളിന്ന് അൺബോക്സിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. ഇവരായിട്ട് നമുക്ക് അൺബോക്സിന് വേണ്ടി തന്നുള്ളത് കുവൈത്ത് സിറ്റിയിലെ 999 മൊബൈൽസ് ആണ്. ഷോപ്പിൻ്റെ ലൊക്കേഷനും കോൺടാക്ട് ചെയ്യാനുള്ള നാമം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഒരു ചെറിയ സൈസിൽ പ്രൊട്ടക്റ്റീവ് കേസോട് കൂടി വരുന്ന ഒരു അടിപൊളി എയർപോർട്ടാണ് സെയ്യ എന്ന ബ്രാൻഡിൻ്റെ T10 വരുന്നത്. ഡീപ്പ് ബാസ് ആയിട്ടുള്ള സൂപ്പർ ക്ലിയർ മൈക്ക് വരുന്നത്, ടച്ച് കൺട്രോളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അടിപൊളി എയർപോർട്ട്, വളരെ ചെറിയ സൈസിൽ വരുന്നതാണ്. കൂടുതൽ എന്തൊക്കെ ഇതിൽ ഫങ്ഷൻസ് വരുന്നുണ്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കമ്പനി കൊടുത്തിട്ടുണ്ട്. ഇതായിട്ട് നമുക്ക് ഏകദേശം 5 കളറിൽ, ഈ പുറകിൽ കാണുന്ന രീതിയിലുള്ള 5 കളറിൽ നമുക്ക് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ കളറായിട്ടുള്ള എയർപോർട്ടുകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് എന്തായാലും ഒരു മുൻഗണന കൊടുക്കാവുന്ന പ്രൊഡക്റ്റ് തന്നെയാണ് സെയ്യ T10. തികച്ചും ലേഡീസ് രീതിയിലുള്ള കളേഴ്സൊക്കെ നമുക്കിതിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്കും ഈ ഒരു കളറായിട്ടുള്ള എയർപോർട്ട് വേണമെന്നുള്ളവർക്കും തീർച്ചയായിട്ടും സെയ്യ T10 യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഈ ഒരു എയർപോർട്ട് എങ്ങനെയുണ്ടെന്നും അതെങ്ങനെ കണക്ട് ചെയ്യാമെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട്, അതിൻ്റെ ക്വാളിറ്റി ഒക്കെ എങ്ങനെയുണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് സെയ്യ എന്നുള്ള ഒരു ബ്രാൻഡിങ് നമുക്ക് ആദ്യം കാണാൻ സാധിക്കും. അതായത് ഇതിൻ്റെ ഡീറ്റെയിലൊക്കെ ആയിട്ട് കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ ഡീറ്റെയിലൊക്കെ കമ്പനി കൊടുത്തിട്ടുണ്ട്. അത് സ്കാൻ ചെയ്തിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആവശ്യമില്ല മാറ്റി വെക്കാം. പിന്നെ അതിൻ്റെ ഒരു യൂസർ മാനുവൽ, വൈറസിൻ്റെ യൂസർ മാനുവൽ കമ്പനി കൊടുത്തിട്ടുണ്ട്. വായിച്ച് നോക്കാനുള്ള സമയമുള്ള ആളുകൾക്കൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് നോക്കാം. അതിൻ്റെ ഫങ്ഷൻസും കാര്യങ്ങളും, എത്ര സമയം നമുക്ക് ചാർജ് കിട്ടുന്നൊരു ഡീറ്റെയിൽ കൊടുക്കുന്നത്. ചാർജ് ടൈം 2 മണിക്കൂറാണ് പറഞ്ഞത്. ഏകദേശം 80% വോളിയത്തിൽ നമ്മൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 3 മണിക്കൂർ നമുക്ക് ചാർജിൻ്റെ കപ്പാസിറ്റി കിട്ടും. മ്യൂസിക്കിനാണെങ്കിൽ 4 hours എന്നാണ് കമ്പനി പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ലിഥിയം ബാറ്ററിയാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 25 mAh അതിൻ്റെ ലിഥിയം ബാറ്ററി കമ്പനി യൂസ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം എന്താ പറയുക, എല്ലാ കാര്യങ്ങളും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ടച്ച് കാര്യങ്ങൾ, ടച്ച് ഏരിയ, അത് ഡീറ്റെയിൽ ഒക്കെ നമുക്ക് ഈ ഒരു യൂസർ മാനുവൽ തന്നെ കമ്പനി കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാവുന്നതാണ്. നമുക്കിവിടെ നോക്കുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു എയർപോർട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഞാൻ പറഞ്ഞു, ഒരു കുഞ്ഞ സൈസാണ്. വിത്ത് പ്രൊട്ടക്റ്റീവ് കേസോട് കൂടിയിട്ടാണ് കമ്പനി കൊടുത്തിട്ടുള്ളത്. അതായത് നമുക്ക് റബ്ബർ ടൈപ്പ് ആയിട്ടുള്ള ആ ഒരു പ്രൊട്ടക്റ്റീവ് കേസ് കമ്പനി കൊടുത്തിട്ടുണ്ട്. ആ ഒരു കേസിൽ നിന്ന് നമ്മൾ പുറത്തെടുത്താൽ തന്നെ അതിൻ്റെ ഒരു ഗ്ലേസിങ് നമുക്ക് കാണാൻ സാധിക്കും. മുകളിൽ ഒരു ബ്ലാക്ക് കളറിലും, ഗ്ലോസി ബ്ലാക്ക് കളറിലും, താഴെ മാറ്റ് ബ്ലാക്ക് കളറിലാണ് കമ്പനി കൊടുത്തിട്ടുള്ളത്. വളരെ കുഞ്ഞനായിട്ടുള്ളൊരു സൈസാണ് കമ്പനി കൊടുത്തിട്ടുള്ളത്. താഴെ നമ്മൾ നോക്കുകയാണെങ്കിൽ C ടൈപ്പ് ആയിട്ടുള്ള പോർട്ട്, ഇപ്പോൾ വരുന്ന എയർപോർട്ടിലൊക്കെ നമ്മൾ നോർമലി ഇപ്പോൾ ക്ലോൺ ആയിട്ടുള്ള എയർപോർട്ടുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒട്ടുമിക്ക നമുക്ക് വരുന്നത് ഐഫോണിൻ്റെ ലൈറ്റ്നിങ് ആണ് നമുക്ക് വരാറ്. പക്ഷേ ഇതിൽ നമുക്ക് C ടൈപ്പ് ആയിട്ടുള്ള ഒരു പോർട്ടാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ബോക്സിൻ്റെ താഴെ വശം കൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൊട്ടക്റ്റീവ് കേസ് നമുക്ക് ജസ്റ്റ് നമ്മുടെ പാൻറ്റിലൊക്കെ ഹുക്ക് ചെയ്യാനുള്ള ഒരു ഇത് വരുന്നുണ്ട്. ഇത് കൂടെ തന്നെ നമുക്ക് ചെറിയ രീതിയിൽ ഒരു C ടൈപ്പ് ആയിട്ടുള്ള ചാർജിങ് കേബിളും കമ്പനി കൊടുത്തിട്ടുണ്ട് കേട്ടോ. വളരെ ചെറിയൊരു സൈസാണ്. പക്ഷേ നിങ്ങൾ ഉപയോഗിക്കുന്നത് ഒരു C ടൈപ്പ് ചാർജറാണ് നിങ്ങൾ ഫോണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ചാർജർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു എയർപോർട്ട് വളരെ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് എയർപോർട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ക്യൂട്ട് ലുക്കിലാണ് വന്നിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുകളിൽ ഒരു ഗ്ലോസി ബ്ലാക്കും താഴെ മാറ്റ് ബ്ലാക്കുമാണ് കമ്പനി കൊടുത്തുള്ളത്. ഇവിടെ നമുക്കൊരു ഇൻഡിക്കേഷൻ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് ചാർജിങ് പോയിന്റ് നമുക്ക് കാണാം. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, പക്ഷേ വളരെ ക്യൂട്ടായിട്ട് ലുക്കാണ്. അതിനനുസരിച്ച് തന്നെ ഒരു കേസും കമ്പനി കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് മാർക്കറ്റിൽ നിന്ന് ഈ ഒരു കേസ് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ ഐഡിയ എന്നാണ് പറയാനുള്ളത്. എന്തായാലും കമ്പനി ഇതിൻ്റെ കൂടെ നമുക്ക് കേസ് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു ബോക്സ്, അതായത് ചാർജിങ് കേസിനെ പറ്റി നമ്മൾ കൂടുതലായിട്ട് നോക്കുകയാണെങ്കിൽ ഏകദേശം 250 mAh ഒരു ബാറ്ററി കപ്പാസിറ്റി കമ്പനി ഈ ഒരു ഐറ്റത്തിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഒറ്റ തവണ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ബോക്സിൽ ഏകദേശം 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസത്തിന് മുകളിൽ നമുക്ക് ചാർജ് കപ്പാസിറ്റി കമ്പനി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് നമ്മളെ ബഡ്സും നമുക്ക് പുറത്തെടുക്കാം. നമുക്ക് 2 ബഡ്സും നമ്മൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അത് വളരെ ക്യൂട്ടും അതുപോലെ തന്നെ വളരെ ചെറിയ സൈസുമാണ്. ഒരു മാറ്റ് ബ്ലാക്കാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാൻ വേണ്ടി സാധിക്കുക. ഇവിടേക്ക് നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് കമ്പനി കൊടുത്തിട്ടുണ്ട്. താഴെ ഒരു സിൽവർ കളറിലാണ് കമ്പനി കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾക്ക് ചെറിയൊരു പോയിന്റ് കാണാം. ഇവിടെയാണ് ഇതിൻ്റെ ടച്ച് കാര്യങ്ങൾ അത് കോള് നമുക്ക് വരുന്ന സമയത്ത് കോൾ അറ്റൻഡ് ചെയ്യാനൊക്കെ നമ്മൾ ഈ ഒരു ഭാഗമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം ക്യൂട്ടായിട്ടുള്ള ലുക്കാണ്. നമുക്ക് ചെവിയിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. നമ്മൾ നടന്നു പോകുമ്പോഴോ അല്ലെങ്കിൽ ഓടുമ്പോഴോ ഒന്നും നമുക്ക് ചെവിയിൽ നിന്ന് വീണ് പോവുക എന്നുള്ളൊരു ഭയമൊന്നുമില്ല. അത്യാവശ്യം ഫിറ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഐറ്റം നമ്മുടെ ചെവിയിൽ ഇരിക്കുന്നുണ്ട്.
ഗൈസ് നമ്മൾ ഇതിന് നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു Seiya T10 നമ്മുടെ ഫോണുമായി കണക്ട് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി വളരെ സിമ്പിൾ തന്നെയാണ്. നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ ബ്ലൂടൂത്ത് ഓപ്പൺ ചെയ്യുക. വളരെ സിമ്പിളായിട്ട് തന്നെ പെട്ടെന്ന് താഴെ T10 എന്ന് കാണാൻ സാധിക്കും. ആദ്യം നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു ബഡ്സ് നമ്മൾ ഈ ഒരു ബോക്സിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ട് വേണം നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് T10 ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഫ്യൂ സെക്കൻഡ്സുകൾ മാത്രം മതി നമ്മളൊരു ഐറ്റം നമുക്ക് ഫോണുമായി കണക്ട് ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് തന്നെ ഈ ഐറ്റം നമുക്ക് കണക്ട് ആവുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ചെറിയ സൈസിലുള്ള ഒരു എയർപോഡ് നിങ്ങൾക്ക് വേണം, അല്ലെങ്കിൽ ബ്ലൂ, പിങ്ക്, അതുപോലെ തന്നെ വയലറ്റ് തുടങ്ങിയ കളേഴ്സിൽ ലേഡീസിനൊക്കെ കൊടുക്കണം, ഗിഫ്റ്റ് കൊടുക്കണം, അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് Seiya T10 എന്ന ബ്രാൻഡ് വാങ്ങാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ ടച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. അതിലൊന്നും യാതൊരു പ്രശ്നവും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയാണ്. വോയിസ് സെൻസ് കാര്യങ്ങൾ, വോയിസ് കൂട്ടാനും കുറക്കാനും ആ രീതിയിലൊക്കെ നമുക്ക് ഇപ്പോൾ തന്നെ ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വോയിസ് കൺട്രോൾ ഇവ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഐറ്റത്തിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കൊടുക്കുന്ന കാശിനുള്ള മുതൽ തന്നെ ഈ ഒരു ഐറ്റം നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ കൂടുതലായിട്ട് കാര്യങ്ങൾ നമുക്കതിൻ്റെ യൂസർ മാനുവൽ ഉണ്ട്, എങ്ങനെയാണ് അതിൻ്റെയൊക്കെ കൺട്രോൾ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ടൊക്കെ അതൊക്കെ നിങ്ങൾക്ക് യൂസർ മാനുവൽ നോക്കി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ഐറ്റം വളരെ സിമ്പിളായിട്ടുള്ളൊരു അൺബോക്സിംഗ് വീഡിയോ എനിക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും ഇതുപോലെ ഉപകാരപ്രദമായുള്ള വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.